സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റി കപ്പിൾസ് ആയിട്ടുള്ള മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസും ഡിവോഴ്സ് ആയിട്ടുള്ള കേസ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയാകപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസിനെ ബന്ധപ്പെട്ടുകൊണ്ട് സുജിൻ തൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നൊരു കാര്യം, ഈ പറയുന്ന ഞാനും പൊന്നൂസും തമ്മിൽ കുറച്ച് നാളുകളായിട്ട് ഒരുമിച്ചല്ല ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇനി ഒരുമിച്ച് പോകാനും ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ആരും എന്നോടൊരു കാര്യവും ചോദിക്കരുത്. അതുപോലെ തന്നെ ഈ പറയുന്ന കേസ് ഒരു കണ്ടന്റ് ആക്കിക്കൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യവുമില്ല എന്നുള്ള രീതിയിൽ ഈ പറയുന്ന സുജിൻ ഒരു പോസ്റ്റ് പങ്കുവച്ചു. അതിനുശേഷം പൊന്നൂസ് തൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലിട്ട ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്, ഈ പറയുന്ന സുജിൻ പൊന്നൂസ് എന്നീ പേരുകൾ ഇനി ഉണ്ടാവില്ല, എനിക്ക് എൻ്റെ വഴി പുള്ളിക്ക് പുള്ളിയുടെ വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഈ ഒരു ബന്ധം, ഇത്രയും വർഷത്തെ പ്രണയം, ആ ഒരു ബന്ധം, ആ ഒരു ജേണി എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നൂസും തൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കൂട്ടരും, സുജിനായാലും പൊന്നൂസ് ആയാലും, ഒരു വാക്കിൽ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ഈ പറയുന്ന കേസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കണ്ടന്റ് ആക്കിക്കൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ജനങ്ങൾ ആരും ഞങ്ങളുടെ അടുത്ത് ചോദിക്കരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു കേസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കണ്ടന്റ് ആക്കി ഒരു വീഡിയോ ചെയ്യണ്ട എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. കാരണം ഈ പറയുന്ന സുജിനായാലും പൊന്നൂസ് ആയാലും ഇതൊരു കോൺട്രവേഴ്സി ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു വിഷയം അവരൊരു വീഡിയോ ആക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യാത്തൊരു വിഷയം അതെടുത്തിട്ട് റിവ്യൂ ചെയ്ത് അവരെ വെറുതെ മോശക്കാരാക്കി ചിത്രീകരിക്കേണ്ട യാതൊരു ആവശ്യങ്ങളുമില്ല. ഈ പറയുന്ന പോലെ ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റുകളുടെ അടിയിൽ ഒരുപാട് കമൻസ് കാര്യങ്ങളും കണ്ടു. കാരണം ഈ പറയുന്ന ഫോർച്യൂണർ വാങ്ങാനായിട്ടുള്ള പുതിയ അടവാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്യൂബിൽ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ടുള്ള പുതിയ അടവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ സുജിൻ അതിനകത്ത് മാന്യമായിട്ടൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഫോർച്യൂണർ വാങ്ങേണ്ട ഒരു അവസ്ഥ എനിക്കിപ്പോൾ ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടോ, അതായത് BMW, മറ്റേ ഫോർച്യൂണർ, ക്രിസ്റ്റ, അങ്ങനെയുള്ള ഈ ലക്ഷൂറിയസ് ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ ഒരുപാട് ഇപ്പോൾ സുജിൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന യൂട്യൂബ് ചാനലുകളിലൊക്കെ സുജിൻ പൊതുവെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഈ പറയുന്ന ബിസിനസ്, ഈ പറയുന്ന കുക്കിഫൈ എന്നൊക്കെ പറയുന്ന ആ ഒരു ഫ്രൈ പാനൊക്കെ വിൽക്കുന്ന ഒരു ബ്രാൻഡ് സുജിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സ്പ്രേ ഒക്കെ വിൽക്കുന്ന ഒരു ബ്രാൻഡ് സുജിൻ തൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ യൂട്യൂബിലേക്കും ഇൻസ്റ്റയിലേക്കൊക്കെ ഒരു കോണ്ടന്റ് വീഡിയോസൊക്കെ ഈ പറയുന്ന സുജിൻ ഇട്ടിട്ട് ഒരുപാട് നാളായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണമായിരിക്കുന്ന ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്കിതിനെ ബന്ധപ്പെട്ട് സംസാരിക്കാം. ിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോ റീൽസുകളും കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഒരു ചാനലിൽ അങ്ങനെ പോസ്റ്റ് ആക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്നാണല്ലോ എല്ലാത്തിനും തുടക്കം. അത് ഓട്ടോറിക്ഷക്കാരനായിട്ട് ഇരുന്ന് എന്നെ ഇവിടേക്ക് എത്തിച്ചത് ഈ ഒരു മല്ലു ഫാമിലി എന്നുള്ള ഈ ഒരു ചാനലിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മോണിറ്റേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കും തലക്കും ഷോർട്സുകൾ പോസ്റ്റ് ആക്കുന്നത്. വ്ളോഗുകൾ അങ്ങനെ ഇടാറില്ല. ഇങ്ങനെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു തിരക്കും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് മുന്നിലേക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെ വ്ളോഗിൻ്റെ ഒരു ഇത് ഇപ്പം ഇല്ല. ഓക്കെ, എന്തായാലും അതുകൊണ്ടാണ് ഞാനിതിൽ ഷോർട്സ് മാത്രം ഇടുന്നത്. വ്ളോഗും കാര്യങ്ങളൊന്നും ഇടാൻ ഒരു പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെ ഒരു കണ്ടൻറ് ഉണ്ടാക്കിയിട്ട് ഇതുമ്പോൾ തന്നെ പൈസ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പം ഇല്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ലൈഫ് വെച്ചിട്ട് ഇതിൽ കണ്ടൻറ് ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ ചെയ്യണില്ല വീഡിയോ. പക്ഷേ കുറേ ആൾക്കാർ നെഗറ്റീവായിട്ടും കമൻസ് ഇടുന്ന ആളുകളും ആയിരുന്നു. അത് ഞാൻ പ്രാങ്ക് ചെയ്യാണ്, ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഇത് വെച്ചിട്ട് ഞാൻ അന്ന് വീഡിയോസ് ഉണ്ടാക്കാന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കാണും. ഈ ഒരു വീഡിയോയിൽ സുജിൻ ഈ പറയുന്ന പൊന്നൂസിനെ ആരും അനാവശ്യമായിട്ടൊന്നും പറയാൻ നിൽക്കരുത്, ഇത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്, അതുപോലെ തന്നെ യൂട്യൂബിനെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന മല്ലു ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് എന്നെ ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ആ ഒരു ചാനലിൽ ഞാൻ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാറില്ല. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ പറയുന്ന മോണിറ്റൈസേഷൻ, ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പോവാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ പറയുന്ന ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത്. അല്ലാതെ ഈ പറയുന്ന ചാനലിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനോ വീഡിയോസ് ഇടാനോ ഒന്നും എനിക്ക് സമയമില്ലെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊരു ലോങ് വീഡിയോ, അതായത് ഏകദേശം 14 മിനിറ്റ് വരുന്ന ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഇപ്പം തന്നെ ഏകദേശം ഒരു 5.5 ലക്ഷത്തോളം വ്യൂവർഷിപ്പ് ആയിട്ടുണ്ട്. ഇതെങ്ങനെയൊക്കെ പോയാലും ഒരു 10 ലക്ഷത്തിനടുത്ത് ആളുകൾ ഈ ഒരു വീഡിയോ കാണും. കാരണം ഇവിടേക്ക് ഈ ഒരു കേസ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയാക്കപ്പെട്ടതാണ്. ഇതിനെപ്പറ്റി സുജിൻ വന്നൊരു കാര്യം പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ജനങ്ങൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വ്യൂവർഷിപ്പ് കയറും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ഈ ഒരു 14 മിനിറ്റോളം ഈ ഒരു ലോങ് വീഡിയോന് ഏകദേശം ഒരു 10 ലക്ഷം പേര് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ
എങ്ങനെയൊക്കെ പോയാലും ഒരു 19,000 രൂപയോളം ഈ പറയുന്ന സുജിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വീഡിയോ ഒന്ന് കിട്ടും. അപ്പോൾ ഇതുപോലൊരു 3-4 വീഡിയോ, ഇനി ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഇട്ട് പൊന്നൂസ് വേറെ വീഡിയോ ഇടും ചിലപ്പോൾ, ഇനി അതിനുശേഷം സുജിൻ ചിലപ്പോൾ വേറെ വീഡിയോ ഇടും, അങ്ങനെയൊക്കെ ഇടാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ താല്പര്യമില്ല, ഇതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല, സംസാരിക്കാനായിട്ട് താല്പര്യമില്ല, ജനങ്ങളാരും ഞങ്ങളോട് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പോയൊരു വ്യക്തി ഇത്രയും നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും വീഡിയോ ക്വാളിറ്റിയിൽ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ്. ഒന്നില്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ട് സംസാരിക്കരുത്. സുജിൻ ഇപ്പോൾ സുജിൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ പങ്കുവച്ചതിന് ശേഷം മറ്റുള്ളവരോട് ഇതിനെപ്പറ്റി സംസാരിക്കരുതെന്നും ചോദിക്കരുതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? സുജിൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു മല്ലു ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഓട്ടോറിക്ഷക്കാരനായിട്ടുള്ള എന്നെ ഇത്രയും വലിയൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ ഒരു BMW, ഒരു ക്രിസ്റ്റ, അടിപൊളി വീട്, ഇത്രയും സ്ഥാപനങ്ങൾ, ഈ ഒരു ബിസിനസ്, ആ ഒരു രംഗത്തേക്കൊക്കെ ഈ പറയുന്ന സുജിൻ എന്ന് പറയുന്ന സാധാരണ ഓട്ടോ തൊഴിലാളി വരാനായിട്ടുള്ള റീസൺ ഈ പറയുന്ന മല്ലു ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്ത ജനങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. ഇതിനു മുമ്പ് ഒരിക്കലും ഈ പറയുന്ന പൊന്നൂസായിട്ട് ഡിവോഴ്സ് ആവാൻ പോകുന്നു, ബന്ധം പിരിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരുപാട് റീച്ച് ഈ പറയുന്ന മല്ലു ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സുജിൻ. അതിനുശേഷം ഇരുവരും ഒരുമിച്ച് നല്ല സന്തോഷത്തോടു കൂടി പോയി. ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ വീഡിയോ, ഈ ഒരു വീഡിയോ ഏകദേശം 14 മിനിറ്റുള്ള അല്ലെങ്കിൽ ഏകദേശം 5 ലക്ഷത്തിലധികം വ്യൂവർഷിപ്പ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ഒന്ന് കൊമേഴ്ഷ്യലായിട്ട് അത്യാവശ്യം പൈസ ഈ പറയുന്ന സുജിന് കിട്ടും. എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എങ്ങനെയൊക്കെ ന്യായീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കാര്യം ഇനിയിപ്പോൾ ജനങ്ങൾ ചോദിക്കരുത്, വീഡിയോസ് ഇടരുത്, റിവ്യൂ വീഡിയോസ് പറയരുത്, റിയാക്ഷൻ വീഡിയോസ് ഇടരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം സുജിൻ എന്താണ് ഒരു വാക്ക് പറഞ്ഞു പോയി എന്ന് വെച്ചാൽ സംസാരിക്കാൻ താല്പര്യമില്ല, ആരും ഇതിനെ ബന്ധപ്പെട്ട് ചോദിക്കരുത്, ഒരു കോണ്ടന്റ് ആക്കി ഇതെടുക്കാനായിട്ട് താല്പര്യമില്ല, അതുകൊണ്ട് ഇതൊരു വീഡിയോ ആക്കി ചെയ്യുന്നില്ല, ഒരു പോസ്റ്റ് ആക്കി ഷെയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായിട്ട് ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ അറിയിച്ചപ്പോൾ നമ്മൾ മാന്യമായിട്ട് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോസും പങ്കുവച്ചില്ല, ഒരു കാര്യങ്ങളും പറഞ്ഞില്ല. ഇൻസ്റ്റഗ്രാമിൽ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോർട്ട് വീഡിയോയിലും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ പറയുന്ന സുജിൻ വളരെ മാന്യമായിട്ടാണ് ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്, വളരെ മാന്യമായിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ട് ഈ ഒരു കാര്യം പറഞ്ഞൊഴിവാക്കിയത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾക്കൊരു ഇറിറ്റേഷൻ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന സുജിനെ ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു ഇറിറ്റേഷൻ വരുന്ന രീതിയിൽ ഒരു സംഭവം സുജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മാന്യമായിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ നമുക്കറിയാം വീഡിയോസ് ഇടുന്നതിന് വലിയ പൈസ ഒന്നും കിട്ടില്ല, വലുതെന്നല്ല, ഇൻസ്റ്റഗ്രാമിൽ പ്രൊമോഷൻ പ്ലാറ്റ്ഫോമാണത്. അവിടെ ഈ പറയുന്ന വീഡിയോസിന് ഇത്ര പൈസ എന്നുള്ള രീതിയിൽ കിട്ടുന്നില്ല. ഇനി ചിലപ്പോൾ ഭാവിയിൽ വന്നേക്കാം. ഇൻസ്റ്റയിൽ ഇപ്പോൾ വീഡിയോന് 10 ലക്ഷം വ്യൂസ് കിട്ടിയാലും 25 ലക്ഷം വ്യൂസ് കിട്ടിയാലും ഒറ്റ പൈസയും കിട്ടില്ല. പിന്നെ ഫേസ്ബുക്കിൽ കുറച്ചുകൂടി കിട്ടും. യൂട്യൂബാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന ഒരു വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോം. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പൈസ കിട്ടും. ഈ ഒരു പൈസക്ക് വേണ്ടി തന്നെയാണ് ഇതിപ്പോൾ സുജിൻ കാണിച്ചതെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. കാരണം ഈ ഒരു കാര്യം ഇനി പറയുന്നില്ല, പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി ഇനിയിപ്പോൾ വരുന്ന കമൻസ് വായിക്കാൻ പോകുന്ന എന്തിനാണ്? ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ പിടിച്ചുകൊണ്ട് പിന്നെയും പോകുന്ന എന്തിനാണ്? അല്ലെങ്കിൽ കൃത്യമായിട്ട് ആദ്യം തന്നെ ഒരു വീഡിയോ ഒക്കെ ഇട്ടേക്കണം. എന്ന് വെച്ചാൽ ഞാനും പൊന്നൂസും തമ്മിൽ ഈ പറഞ്ഞ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, ചോദിക്കേണ്ടവർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു വീഡിയോ പങ്കുവയ്ക്കുക. ഒരു പോസ്റ്റ് ഇട്ട് ഇതിനെപ്പറ്റി സംസാരിക്കില്ല, ആരും ഇതിനെപ്പറ്റി ചോദിക്കരുത്, ഇതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കമൻറ്റോ എന്തൊക്കെയോ ഇട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇവരെ ഫോളോ ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇവരെ ആദ്യം മുതൽ സപ്പോർട്ട് ചെയ്തവരും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോ സുജിൻ തൻ്റെ ചാനലിൽ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരുപാട് റിവ്യൂസ് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നില്ല, ഇതൊരു ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന വ്യക്തി പിന്നെ ഇതൊരു കണ്ടൻ്റാക്കി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഇതൊരു കണ്ടൻ്റാണ്, ഈ ചെയ്തത് ശരിയായില്ല. പറയാനുള്ള കാര്യം സുജിൻ ഒരു പോസ്റ്റിലൂടെ പറഞ്ഞു, ഇനി അത് ചെയ്യില്ല എന്നും കൂടി ഉറപ്പ് പറഞ്ഞു, അതിൻ്റെ പുറകെ പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ വന്നു, ഇനിയും ചിലപ്പോൾ ഇത്തരത്തിലുള്ള കമൻസും കാര്യങ്ങളും വരുമ്പോൾ പിന്നെയും സുജിൻ്റെ ചാനലിൽ ഇതിനെ ബന്ധപ്പെട്ട് വീഡിയോസ് വരും. കാരണം ഒരുപാട് നാളായിട്ട് ഡെഡായി കിടക്കുന്ന ഒരു ചാനലാണ്. ഇപ്പോൾ നമ്മളൊരു ചാനലിൽ കുറച്ച് നാളുകൾ അത് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അതിനകത്ത് പിന്നൊരു വീഡിയോ ഇടുന്ന സമയത്ത് ആ ഒരു വീഡിയോ റീച്ച് ആവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് സുജിൻ ഇതിന് മുമ്പത്തൊരു വീഡിയോ ഇട്ടത് 1 മാസത്തിന് ശേഷമാണ്. അതിനുശേഷം ഈ ഒരു കണ്ടൻറ്റ് ഇട്ട സമയത്ത് അതിൻ്റെ വ്യൂവേഴ്ഷിപ്പ് വന്നുണ്ടോ 5.5 ലക്ഷം വ്യൂവേഴ്സായി പെട്ടെന്ന്, ഇത്രയും വേഗം. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു കണ്ടൻറ്റ് കാണാനായിട്ട് ജനങ്ങൾ എത്രത്തോളം വെയിറ്റിംഗ് ആയിരുന്നെന്ന്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു കണ്ടൻറ്റ് കൊടുത്തത് തീർച്ചയായിട്ടും ആ പറയുന്ന ചാനലിൻ്റെ റീച്ചും
അതൊക്കെ കൂട്ടാൻ വേണ്ടി തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്